രാജ്യത്ത് മെയ് 15 മുമ്പ് പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിച്ചേക്കുമെന്ന് റിപ്പോർട്ട്. ഇന്ത്യ ടുഡേ ടിവിയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. പെട്രോൾ ഡീസൽ വിലകൾക്കൊപ്പം വീട്ടിലുപയോഗിക്കുന്ന പാചകവാതകത്തിനും വില വർദ്ധിപ്പിച്ചേക്കും. പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 45 രൂപ വരെ ഉയരും. ഗാർഹിക LPG സിലിണ്ടറുകളുടെ വിലയിൽ 40 മുതൽ 50 രൂപ വരെ വർധനമുണ്ടായേക്കാമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനാൽ എണ്ണവില വർധന ഉടനുണ്ടാകുമെന്ന് നേരത്തെ റിപ്പോർട്ടുണ്ടായിരുന്നു. ഇറാൻ യുദ്ധത്തിന് പിന്നാലെ ആഗോളതലത്തിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യയിലും വില വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുന്നത്. ക്രൂഡ് വില ഉയർന്നിട്ടും പെട്രോൾ ഡീസൽ വിലകൾ കൂട്ടാത്തതിനാൽ നിലവിൽ രാജ്യത്തെ എണ്ണ കമ്പനികൾക്ക് പ്രതിമാസം ഏകദേശം 30,000 കോടി രൂപയുടെ സാമ്പത്തിക നഷ്ടം നേരിടുന്നുണ്ട്. ഇത്തരത്തിൽ മുന്നോട്ടു പോയാൽ പിടിച്ചു നിൽക്കാനാവില്ലെന്ന് കമ്പനികൾ കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. ഇതുകൂടി കണക്കിലെടുത്താവും കേന്ദ്രത്തിന്റെ തീരുമാനം ഉണ്ടാവുക എന്നും റിപ്പോർട്ടിൽ വ്യക്തമാകുന്നുണ്ട്. രാജ്യത്ത് അടുത്തിടെ വാണിജ്യ സിലിണ്ടറുകളുടെ വില വൻതോതിൽ വർദ്ധിപ്പിച്ചിരുന്നു. ഇതോടെ ഹോട്ടൽ ഭക്ഷണത്തിന് കാര്യമായ വില കൂടിയിട്ടുണ്ട്. പെട്രോൾ ഡീസൽ വില കൂടി വർദ്ധിക്കുന്നതോടെ രാജ്യത്ത് വിലക്കയറ്റം ഉണ്ടാവുമെന്നാണ് കരുതുന്നത്. ഇത് ജനജീവിതം കൂടുതൽ ദുസ്സഹമാക്കും. വിതരണ തടസ്സങ്ങൾ, ഷിപ്പിംഗ് അപകട സാധ്യതകൾ, മിഡിൽ ഈസ്റ്റിലെ നീണ്ടുനിൽക്കുന്ന അസ്ഥിരത എന്നിവയെക്കുറിച്ചുള്ള ആശങ്കകൾക്കിടയിലാണ് ആഗോള ക്രൂഡ് ഓയിൽ വില ബാരലിന് $70 നിന്ന് അടുത്തയാഴ്ചകളിൽ ബാരലിന് $126 ഉയർന്നത്. ലോകത്തിലെ എണ്ണ വിതരണത്തിന്റെ ഏകദേശം 20% കടന്നുപോകുന്ന ഹോർമുസ് കടലിടുക്ക് യുദ്ധം മൂലം വൻതോതിൽ തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഇത് ആഗോള ഊർജ്ജാഘാതത്തിന് കാരണമായി. വർധന അംഗീകരിക്കപ്പെട്ടാൽ ഇന്ത്യയിൽ പെട്രോൾ ഡീസൽ വില ലിറ്ററിന് ഏകദേശം 45 രൂപ വരെ ഉയരും. അതേസമയം ഗാർഹിക LPG സിലിണ്ടറുകളുടെ വിലയിൽ 40 മുതൽ 50 രൂപ വരെ വർധനവും ഉണ്ടാകും. ഏകദേശം 4 വർഷത്തിനിടെ പെട്രോൾ ഡീസൽ വിലയിലെ ആദ്യത്തെ പ്രധാന പരിഷ്കരണമാണിത്. 2022 മുതൽ ചില്ലറ വിൽപ്പന നിരക്കുകൾ വലിയ തോതിൽ മരവിപ്പിച്ചിരിക്കുകയാണ്. ബംഗ്ലാദേശിൽ റേഷനിംഗ്, പാകിസ്ഥാനിലും ശ്രീലങ്കയിലും പ്രവൃത്തി ദിവസങ്ങൾ കുറയ്ക്കൽ, ദക്ഷിണ കൊറിയയിൽ ഇന്ധനവില പരിധി എന്നിവയുൾപ്പെടെ നിരവധി രാജ്യങ്ങൾ ഇന്ധന പ്രതിസന്ധി പരിഹരിക്കുന്നതിന് അടിയന്തര നടപടികൾ സ്വീകരിച്ചെങ്കിലും ക്ഷാമം, നീണ്ട ക്യൂകൾ അല്ലെങ്കിൽ റേഷനിംഗ് എന്നിവ ഒഴിവാക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. ആഭ്യന്തര LPG ഉൽപാദനം പ്രതിദിനം 36,000 ടണ്ണിൽ നിന്ന് 54,000 ടണ്ണായി വർദ്ധിപ്പിച്ചു. ആഗോള വിലക്കയറ്റത്തിൽ നിന്ന് ഉപഭോക്താക്കളെ സംരക്ഷിക്കുന്നതിനായി പെട്രോളിനും ഡീസലിനും എക്സൈസ് തീരുവ കുറച്ചും ഇന്ത്യ പ്രതിസന്ധി രൂക്ഷമായപ്പോൾ വേഗത്തിൽ പ്രതികരിച്ചതായി സർക്കാർ വ്യവസായ വൃത്തങ്ങൾ അറിയിച്ചു. ക്രൂഡ് ഓയിൽ വില ഏറ്റവും ഉയർന്ന സമയത്ത് സർക്കാരും എണ്ണ കമ്പനികളും പെട്രോളിംഗ് ലിറ്ററിന് 24 രൂപയും ഡീസലിന് 30 രൂപയും ഫലപ്രദമായി ചിലവഴിച്ചുവെന്ന് വ്യവസായ കണക്കുകൾ പറയുന്നു. എക്സൈസ് തീരുവ കുറച്ചതിനു ശേഷവും ഇന്ത്യൻ ഓയിൽ, ഭാരത് പെട്രോളിയം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം എന്നിവയ്ക്ക് പ്രതിമാസം ഏകദേശം 30,000 കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചതായി കണക്കാക്കപ്പെടുന്നു. റഷ്യ, US, പശ്ചിമാഫ്രിക്ക, മറ്റ് പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് വലിയ അളവിൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്തുകൊണ്ട് ഇന്ത്യയും അസംസ്കൃത എണ്ണ ഇറക്കുമതി വൈവിധ്യവൽക്കരിച്ചു. അതേസമയം തടസ്സമില്ലാതെ ഇന്ധന വിതരണം ഉറപ്പാക്കാൻ റിഫൈനറികൾ 100%-ലധികം ശേഷിയിൽ പ്രവർത്തിച്ചതായി റിപ്പോർട്ടുകളുമുണ്ട്. പശ്ചിമേഷ്യയിലെ സംഭവവികാസങ്ങൾ സർക്കാർ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ഇന്ധനവില പരിഷ്കരണത്തിന്റെ സമയവും വ്യാപ്തിയും സംബന്ധിച്ച് ഒന്നിലധികം ഓപ്ഷനുകൾ വിലയിരുത്തുന്നുണ്ടെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. എണ്ണ കമ്പനികളിലെ സാമ്പത്തിക സമ്മർദ്ദം സന്തുലിതമാക്കുന്നതിനൊപ്പം ഏതെങ്കിലും വർധനവ് പണപ്പെരുപ്പത്തെ കാര്യമായി വർദ്ധിപ്പിക്കുന്നില്ലെന്ന് ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്നും വൃത്തങ്ങൾ പറയുന്നു. കഴിഞ്ഞ ദശകത്തിൽ ഇന്ത്യയുടെ ഊർജ്ജാടിസ്ഥാന സൗകര്യങ്ങളുടെ വികാസം പ്രതിസന്ധി മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിൽ ഒരു പ്രധാന ഘടകമായി ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടി. 2014 മുതൽ LPG ടെർമിനലുകൾ ഇരട്ടിയായി. ക്രൂഡ് സോഴ്സിംഗ് 27 നിന്ന് 40 രാജ്യങ്ങളായി വികസിച്ചു. എനോൾ മിശ്രിതം 3.5% നിന്ന് 20% വർദ്ധിച്ചു. തന്ത്രപരമായ പെട്രോളിയം കരുതൽ ശേഖരവും ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.